സുഹൃത്തുക്കളെ, എനിക്ക് ഉറപ്പുണ്ട് എന്റെ ചാനലിലെ വീഡിയോസുകൾ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഈ തമ്പനയിൽ കണ്ടിട്ട് എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി ഒന്നായിരിക്കാം. വന്നുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ, കഴിയുമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക തന്നെ വേണം. എങ്ങനെയാണ് നമ്മൾ ഇന്ത്യയിൽ ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം വെറുക്കപ്പെടേണ്ടവരാണ് എന്ന രീതിയിലുള്ള ഒരു ചിന്താഗതി പരത്തപ്പെടുന്നു എന്ന് കൃത്യമായിട്ടും പറഞ്ഞു വെക്കുന്നുണ്ട്. വൈകുന്നേരങ്ങളിൽ നിങ്ങൾ മൊബൈലിന്റെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്ന എല്ലാ വാർത്തകളെയും പുറകിലുള്ള സത്യസന്ധമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ വീഡിയോ കഴിയുമ്പോഴേക്കും അല്പമെങ്കിലും മനസ്സിലാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇത് കൃത്യമായിട്ട് പറയാം, ധ്രുവാട്ടിയുടെ ഏറ്റവും പുതിയ വീഡിയോയുടെ മലയാളം ട്രാൻസ്ലേഷൻ ആണ്. അദ്ദേഹം ഒരുപക്ഷെ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും സത്യസന്ധമായ കാര്യങ്ങൾ ഒരു പ്രതിപക്ഷം പോലെ, ഏകാംഗ പ്രതിപക്ഷം പോലെ നമ്മുടെ മുമ്പിലേക്ക് വിവരങ്ങൾ എത്തിക്കുന്ന ഒരു യൂട്യൂബറാണ് നമ്മുടെ ധ്രുവ് റാട്ടി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആ വീഡിയോയിലേക്ക് നിങ്ങൾ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ വർഷം ഏപ്രിൽ 2023 രാംനവമിക്ക് ചില ആളുകൾ പശുവിനെ അറക്കുന്ന സമയത്ത് പിടികൂടി. ആഗ്രയുടെ പരിസരത്ത് നിന്നാണ് ഇത് ഉണ്ടായത്. ഇതോടുകൂടി അവിടെ ഒരു വലിയ വർഗീയ കലാപത്തിലേക്ക്, വർഗീയ പ്രശ്നങ്ങളിലേക്ക് ആഗ്ര മാറുകയുണ്ടായി. ആഗസ്റ്റ് 22 ഇതേപോലെ തന്നെ വേറെ സംഭവം നടക്കുന്നു. അത് ഉണ്ടായത് നമ്മുടെ UP-യിലാണ്. കനൌജ് ജില്ലയിലെ ഒരു ശിവക്ഷേത്രത്തില് ആരോ കുറച്ച് മാംസങ്ങൾ കൊണ്ടുവന്നിട്ടു. ഇതാരെന്ന് ഒരു പിടുത്തമില്ല. അവിടെയും മുന്നത്തേതുപോലെ തന്നെ ചില ഹിന്ദു മുസ്ലിം കലാപങ്ങളിലേക്ക് അത് വഴിതിരിക്കുകയുണ്ടായി. മെയ് 2020 ഇത് ഉണ്ടായത് നമ്മുടെ കോയമ്പത്തൂരിലാണ്. ഒരു ക്ഷേത്രത്തില് ആരോ മാംസം കൊണ്ടിട്ടു. ഫെബ്രുവരി 2024 ഉത്തർപ്രദേശിലെ മൊറാദാബാദില് പശുവിനെ അറക്കുന്നതിനിടയ്ക്ക് ചില ആളുകളെ പിടികൂടി. ഒരുപക്ഷെ കേരളത്തിലെ ആളുകൾക്ക് ഇങ്ങനെ പശുവിനെ അറക്കുന്നു എന്നുള്ള വിവരങ്ങൾ, അല്ലെങ്കിൽ മാംസത്തിന് ഭക്ഷണിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത്ര വലിയ കാര്യമാക്കി എടുക്കാറില്ല. പക്ഷെ UP എന്ന് പറയുന്നത് പശു ഒരു ദൈവദത്തമായിട്ടുള്ള എന്തോ സംഭവം എന്ന് വിചാരിക്കുന്ന ആ ഒരു ജനങ്ങൾക്കിടയിലേക്ക് പശുവിനെ ചിലർ അറക്കുന്നുള്ള വാർത്തകളൊക്കെ, ഗോമാതാവ് എന്ന സങ്കല്പമൊക്കെ പേര് കിടക്കുന്ന ആളുകൾക്ക് ഒരു വലിയ പ്രശ്നമാണ്. അത് മാത്രം മതി അവിടെ ഒരു ഹിന്ദു മുസ്ലിം കലാപത്തിലേക്ക് ഒരു വഴിമരുന്നിടാൻ. എന്തൊക്കെയായാലും ഈ ഓരോ വാർത്തയും നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഇതൊക്കെ ആരാണ് ചെയ്തത്, ഇതിന് പുറകില് ആരാണ്, ഇങ്ങനെ ഒരു ഹിന്ദു വികാരം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കത്തിക്കുന്നത് ആരാണെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. നമുക്ക് പരിശോധിക്കാം. ഈ ആദ്യ വാർത്തയുടെ റിപ്പോർട്ട് പിന്നീട് വന്നതെന്ന് നമുക്ക് നോക്കാം. പശുവിനെ അറക്കുന്നതിന് പുറകില് ശരിയായ പ്രതികൾ ഹിന്ദു മഹാപ്രവർത്തകരായിരുന്നു. അവരുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഹിന്ദു മുസ്ലിം കലാപമായിരുന്നു. നോക്കൂ, ആദ്യത്തെ ആ ഒരു പശുവിനെ അറക്കൽ കേസിൽപ്പെട്ടത് ഹിന്ദു മഹാസഭയുടെ ആളുകളായിരുന്നു അർത്ഥം. അതായത് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന വിഭാഗമായിരിക്കും ആ ഒരു പശുവിനെ അറുത്തിട്ടുണ്ടായിരിക്കുക എന്നുള്ള സങ്കല്പം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തോന്നൽ ആൾറെഡി പരത്തിക്കളഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് പിന്നീട് അവർ പശുവിനെ അറക്കുന്ന ചിത്രം കണ്ടു കഴിഞ്ഞാൽ, പശുവിനെ അറക്കുന്ന ഒരു സംഗതി കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് നടത്തുക മുസ്ലിങ്ങൾ മാത്രമായിരിക്കും എന്ന് പറയുന്ന ഒരു വാട്സപ്പ് യൂണിവേഴ്സിറ്റി ചിന്താഗതി അവിടുത്തെ ജനങ്ങളെ മനസ്സിലേക്ക് കയറുകയും അവിടെ കലാപം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്യും. ഇത് വളരെ സിമ്പിൾ ആയിട്ട് അവിടെ നടക്കുന്നുള്ളതാണ്. രണ്ടാമത്തെ സംഭവത്തില് അവിടെയുള്ള ആളുകള് ഒരു ഹാരിശ്യാം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ ഈ മാംസം എറിയാൻ വേണ്ടി വേറെ ആളെ ഏൽപ്പിച്ചു. ആ ഏൽപ്പിച്ച ആൾക്ക് 10,000 രൂപ കൊടുത്തു എന്നാണ് കിട്ടുന്നത് ആ വിവരം. മൂന്നാമത്തത് കോയമ്പത്തൂർ കേസ്. ഹരി രാം പ്രകാശ് എന്ന് പറയുന്ന ഒരാളെയാണ് അറസ്റ്റ് ചെയ്തത്. അയാള് ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആയിരുന്നു, പക്ഷെ ജോലിയൊന്നുമില്ല. പിന്നീട് പോലീസ് ഇതിനെ പിടിച്ചപ്പോൾ ഈ ആൾക്ക് മാനസിക രോഗമാണ് എന്നുള്ള വിവരമാണ് നമ്മുടെ പത്രമാധ്യമം നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇതിങ്ങനെയാണ് ഇത്തരം ആളുകളൊക്കെ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ തൊട്ടടുത്ത നിമിഷം ഒന്നെങ്കിൽ അയാളെ മദ്യപിച്ച് ചെയ്തതാണ്, അല്ലെങ്കിൽ അയാൾക്ക് മാനസിക രോഗിയാണ് എന്നുള്ള വാർത്തയായിരിക്കും നമ്മുടെ മുമ്പിലേക്ക് എത്തുക. ഇതിങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം പുറകിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ദയവേത് നിങ്ങൾ ഈ ഒരു ചാനൽ, ഈ ഒരു വാർത്ത നിങ്ങൾ മാറ്റാതെ ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ ഇത് കണ്ടിരിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെയായാലും ഒരു ഭീകര മാഫിയ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത്തരം വാർത്തകളുടെ പുറകിലുണ്ട്. നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്ന ഇത്തരം ഫേക്ക് വാർത്തകള്, നമ്മൾ ഈ കേട്ട 4 വാർത്തകളും പക്ക ഫേക്ക് ആയിരുന്നു. അതിന്റെ പുറകെ ഹിന്ദു സഭകളും ഹിന്ദുക്കളായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെയാണെങ്കിൽ ഇത്തരം വാർത്തകളെ പുറകിൽ ഒരു വലിയ മാഫിയ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇവരുടെ ഒറ്റ ലക്ഷ്യം മാത്രമാണ് എല്ലാ ഹിന്ദുക്കളെയും ബ്രെയിൻ വാഷ് ചെയ്യുക, മുസ്ലിം വിരുദ്ധരാക്കുക എന്നത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. മുൻപത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഒരു ഏകാധിപതി പലപ്പോഴും ഒരു ഭൂരിപക്ഷ സമുദായത്തെയാണ് നോട്ടമെടുക്കുക, ഫോക്കസ് ചെയ്യുക. ഇന്ത്യയുടെ ഭൂരിപക്ഷ സമുദായം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഹിന്ദുക്കളാണ്. ഇവരെ മീഡിയ വഴി, ഇത്തരം വാട്സപ്പ് മെസ്സേജ് വഴി ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണെന്നാണ് ഇവരുടെ ലക്ഷ്യം.
ഇതിനുവേണ്ടി ഇന്ത്യയിൽ 4 ഡിപ്പാർട്ട്മെന്റുകൾ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് ധ്രുവ് പറയുന്നത്. അതായത് ഇവിടുത്തെ ഹിന്ദുക്കളെ ബ്രെയിൻ വാഷ് ചെയ്ത് അവരെ പരിപൂർണമായിട്ടും ഇസ്ലാമിക ബിരുദരാക്കാനും മുസ്ലിങ്ങൾ എന്തോ ഒരു അപകടം പിടിച്ച ആളുകളാണെന്നുള്ള ചിന്താഗതി ഇവരെ മനസ്സിലേക്കും തലച്ചോറിലേക്കും ഉൾക്കൊള്ളിക്കാൻ വേണ്ടി 4 ഡിപ്പാർട്ട്മെന്റുകൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ധ്രുവ് രാട്ട് പറയുന്നത്. അതിലത്തെ ഒന്നാമത്തെ ഡിപ്പാർട്ട്മെന്റ്, നിങ്ങളിൽ ഹിന്ദുവായതിൽ അഭിമാനം കൊള്ളൂ, അത് ഭാഗമായിട്ട് നിങ്ങളിൽ ആക്രമണ വാസനയും നിറയ്ക്കും. അതായത് നിങ്ങൾ മഹത്തരമാണ്, നിങ്ങൾ ഹിന്ദുക്കളാണ്, നിങ്ങൾ പേഴ്സണൽ ലൈഫ് എന്തെങ്കിലും നേടിയോ ഇല്ലയോ എന്നതുകൊണ്ടല്ല നിങ്ങൾ മഹത്തരമാവുന്നത്, നിങ്ങൾ ജനിച്ച ജാതി കൊണ്ട്, നിങ്ങൾ ജനിച്ച മതം കൊണ്ട്, നിങ്ങൾ അതുകൊണ്ട് മാത്രം നിങ്ങൾ മഹത്തരമായിട്ടുള്ള ജന്മമാണെന്ന് ഇവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. രണ്ടാമത്തത്, ഈ ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് ഹിന്ദുക്കൾ കാലാകാലങ്ങളായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഇവിടുത്തെ മുസ്ലിം രാജവംശം മുതൽ തന്നെ അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ ഹിന്ദുക്കൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് എന്ന് രണ്ടാമത്തെ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് വാട്സപ്പ് വഴി ഇങ്ങനെ ഇത്തരം ഹിന്ദുക്കളുടെ കൈകളിലേക്ക് നിരന്തരം എത്തിക്കൊണ്ടേയിരിക്കും. മൂന്നാമത്തെ ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് നിങ്ങൾ ഹിന്ദുക്കൾ അപകടത്തിലാണെന്ന് പറയും. നിങ്ങൾ ഏത് നിമിഷവും അപകടത്തിൽപ്പെടും, നിങ്ങൾ ഏത് നിമിഷവും നിങ്ങൾ കൊല്ലപ്പെടാം എന്നടക്കം നിങ്ങൾക്ക് ഭയം ജനിപ്പിച്ചുകൊണ്ടേയിരിക്കും. നാലാമത്തെ ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് നരേന്ദ്രമോദി ഒരു മിസിഹ എന്നാണ്, ദൈവമാണ് എന്നാണ്. ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഈ ലോകത്ത് ആരെങ്കിലും രക്ഷിക്കാനുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദിജി മാത്രമാണ് എന്ന് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്യണമെന്ന് കൂടി അതിന് അവസാനം ഉണ്ടായിരിക്കും. അതായത് മേലെ പറഞ്ഞ അപകടങ്ങളിൽ നിന്ന് നിങ്ങൾ ഹിന്ദുക്കളെ രക്ഷിക്കാൻ ഇവിടെ ഇപ്പൊ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നരേന്ദ്രമോദി മാത്രമാണ് എന്ന് ഇവർ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നർത്ഥം. വീഡിയോയിലെ മൂന്നാമത്തെ ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ ഭൂരിപക്ഷ സമുദായത്തെ കൃത്യമായിട്ടും ബ്രെയിൻ വാഷ് ചെയ്യുന്നത്. ആ ഒരു ബ്രെയിൻ വാഷിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ ഏകാധിപതിയും ഇത്ര രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഉദാഹരണത്തിന് പാകിസ്ഥാൻ, ജർമ്മനി, ചിലി, റവാണ്ട എന്ന് പറയുന്ന രാജ്യങ്ങളെ എടുക്കുക. ഇവരെല്ലാം ഫോക്കസ് ചെയ്തത് ആ നാട്ടിലെ ഭൂരിപക്ഷത്തെയാണ്. പാകിസ്ഥാനില് ഏറ്റവും വലിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് സുന്നിയാണ് അവിടുത്തെ ഏറ്റവും വലിയ മെജോറിറ്റി. ബാക്കി എല്ലാതും അവിടുത്തെ മൈനോറിറ്റി ടീമുകളാണ്. ഈ സുന്നികളെ കൃത്യമായിട്ട് ബ്രെയിൻ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ഹിന്ദുക്കൾ, അവിടെ താമസിക്കുന്ന ക്രിസ്ത്യൻസ്, അവിടെ താമസിക്കുന്ന ഷിയ മുസ്ലിം, അവിടെ താമസിക്കുന്ന സൂഫി മുസ്ലിം, അവിടെ താമസിക്കുന്ന അഹമ്മദിയ മുസ്ലിമുകൾ, ഇവരൊക്കെ വളരെ മോശപ്പെട്ടവരാണെന്നും ഇവരൊക്കെ നമ്മൾ ഏത് നിമിഷവും ഭയപ്പെടേണ്ടവരാണെന്ന രീതിയിൽ സുന്നി മുസ്ലിങ്ങൾക്കിടയിൽ ഒരു വാട്സപ്പ് യൂണിവേഴ്സിറ്റി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. 2021 BBC ഒരു ഗംഭീര വീഡിയോ അവിടുത്തെ സ്കൂളുകളിലെ പാഠപുസ്തകങ്ങളില് കുട്ടികളുടെ മനസ്സിലേക്ക് വിഷം നിറയ്ക്കുന്ന രീതിയിലുള്ള പ്രൊപ്പഗണ്ട കഥകളുണ്ട് എന്നുള്ളതാണ്. അതായത് ഹിന്ദുക്കളും സിഖുകാരും അവിടുത്തെ മുൻ തലമുറയെ കുറെ കുട്ടികളെയും വൃദ്ധരെയും സ്ത്രീകളെയും കൊന്നിട്ടുണ്ട് എന്നും, കഴിഞ്ഞിട്ടില്ല കേട്ടോ, ജ്യോതിര് ഇസ്ലാമിന്റെ ശത്രുക്കളാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോയിലായിരുന്നു. 2021 അഹമ്മദിയ വിഭാഗത്തിനെതിരെ ഏറ്റവും റിപ്പോർട്ടുകളൊക്കെ വന്നു. ഒരു ഗംഭീര പ്രസംഗങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ട് വീഡിയോ ആയിട്ട് കാണാൻ കഴിഞ്ഞിരുന്നു. അതായത് ഇങ്ങനെ വെറുപ്പ് പടർത്തി ഷിയാകളും സുന്നികളും വെവ്വേറെ ആവുകയും ഏത് നിമിഷവും ഈ ഷിയാകൾ തങ്ങളെ ആക്രമിക്കുന്ന സുന്നികൾക്ക് തോന്നുകയും സുന്നികൾ അങ്ങോട്ട് ആക്രമിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. അതിന്റെ പരിണത ഫലമാണ് ഇപ്പോൾ നമ്മുടെ പാകിസ്ഥാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പട്ടിണി. ഏറ്റവും കൂടുതൽ പട്ടിണി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് നമ്മുടെ പാകിസ്ഥാന്. 40% ആളുകൾ ഇപ്പോൾ നമ്മുടെ പാകിസ്ഥാനില് പട്ടിണിയിലാണ്. കഴിഞ്ഞ വർഷത്തെ വേൾഡ് ബാങ്ക് റിപ്പോർട്ടാണ്. ജോലിയില്ലായ്മ അതിഭീകരമായിട്ടുള്ള അവസ്ഥയിലാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് IMFന്റെ റിപ്പോർട്ട് പ്രകാരം 25% ഇൻഫ്ലേഷനാണ് ഇപ്പോൾ പാകിസ്ഥാൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനിലെ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട സുന്നികൾക്ക് എന്ത് കിട്ടി എന്നാണ് ഇപ്പോൾ നമ്മൾ അന്വേഷിക്കുന്നത്. ഒന്നും കിട്ടിയിട്ടില്ല. ദുരിത ജീവിതവും അല്ലാതെ വേറൊന്നും കിട്ടിയിട്ടില്ല. ആ രാജ്യം ജീവിക്കാൻ പറ്റാത്ത രാജ്യമായി. നിയമവും നീതിയൊന്നും അവിടെ ഇപ്പൊ നടക്കുന്നേ ഇല്ല നമുക്കറിയാം. മെജോറിറ്റി കമ്മ്യൂണിറ്റിയിൽ ഒരു ഭയം നിറഞ്ഞിരിക്കുകയാണ്. ഇതിന് ഉത്തമ ഉദാഹരണം 100 വർഷം മുമ്പ് അമേരിക്കയിൽ സംഭവിച്ച ഒരു കഥയാണ്. അത് 1919 സംഭവിച്ച കഥയാണ്. സംഗതി ഇങ്ങനെയാണ്. 22 വയസ്സുള്ള കറുത്തവനായ ഒരു ക്രിമിനല് അവിടെ കുറച്ച് ആളുകളൊക്കെ ആക്രമിച്ചു. ഈ മാത്രമല്ല ആക്രമിച്ചവരെ അതിക്രൂരമായിട്ട് ചിലവരെ കൊലപാതകം നടത്തുകയും ചെയ്തു എന്നതാണ്. ഈ ആക്രമിക്കപ്പെട്ടവരില് അവിടുത്തെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, കറുത്ത വർഗ്ഗക്കാരിയായിട്ട് ടീച്ചർ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാർത്ത അന്നത്തെ വാഷിംഗ്ടൺ പോസ്റ്റ് ഈ വാർത്ത മുക്കിക്കളഞ്ഞു. കാരണം ആക്രമിക്കപ്പെട്ടത് ഒരു കറുത്ത വർഗ്ഗക്കാരി സ്ത്രീയാണ്, ടീച്ചറാണ്. ആ ഒരു വാർത്ത കൊടുക്കേണ്ടതില്ല എന്നാണ് അന്നത്തെ റേസിസ്റ്റ് മനോഭാവമുള്ള വാഷിംഗ്ടൺ പോസ്റ്റ് വിചാരിച്ചത്. ഒരല്പം ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അതേ ചെറുപ്പക്കാരൻ പുതിയൊരാൾ ആക്രമിച്ചു എന്നതാണ്. ആക്രമിക്കപ്പെട്ടത് ഒരു വെളുത്ത വർഗ്ഗക്കാരിയായിരുന്നു. പെട്ടെന്ന് തന്നെ ആ ഒരു വെളുത്ത വർഗ്ഗക്കാരി ആക്രമിച്ചത് ഒരു വലിയ വാർത്തയായിട്ട്
വാഷിംഗ്ടൺ പോസ്റ്റ് കൊടുത്തു. ഈ ഒരു രണ്ട് വാർത്തയും, അതായത് കറുത്ത വർഗ്ഗക്കാരി ആക്രമിച്ചത് വാർത്തയാവാതിരിക്കുന്നതും വെളുത്ത വർഗ്ഗക്കാരി ആക്രമിച്ചത് വാർത്തയാവുന്നതും ഒരു വലിയ പ്രശ്നമായി ആ നാട്ടില്. ഒരു വലിയ കലാപം അതിന്റെ ഭാഗമായിട്ട് പൊട്ടിപ്പുറപ്പെട്ടു. 30ഓളം പേരാണ് അന്ന് അവിടെ കൊല്ലപ്പെട്ടത്. 150ഓളം പേർക്ക് അതിഭീകരമായിട്ട് മാരകമായിട്ട് പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പിന്നീട് 100 വർഷത്തിന് ശേഷമാണ് വാഷിംഗ്ടൺ പോസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പത്രം ഈ വാർത്തകൾക്ക് അങ്ങനെ ഒരു റേസിസ്റ്റ് വാർത്ത കൊടുത്തതിന് മാപ്പ് പറഞ്ഞത് എന്ന്. ഈ ഒരു പത്രപ്രവർത്തന ചരിത്രത്തെക്കുറിച്ച് അവർ ലേഖനമടക്കം എഴുതുകയുണ്ടായി. സുഹൃത്തുക്കളെ, ഇത്തരം കഥകൾ ഇപ്പോൾ നമ്മുടെ ഈ മഹത്തായ ഇന്ത്യയിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഒരു വാർത്ത കേട്ടിരിക്കും. ശ്രദ്ധ വാൽക്ക് എന്ന് പറയുന്ന ഒരു ഹിന്ദു യുവതി ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. അവളുടെ മുസ്ലിം ഫ്രണ്ട് ആയിട്ടുള്ള അഫ്താബ് അമീൻ ആണ് അത് ചെയ്തത്. അവൾ അതിഭീകരമായി നുറുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു എന്നാണ് വാർത്ത. നമ്മുടെ മീഡിയ ഇത് വിഷം കുത്തിക്കുന്ന പോലെ മുസ്ലിം വിരുദ്ധത, മുസ്ലിം വെറുപ്പ് പരത്താൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്. ഇങ്ങനെ വിഷയം കൈകാര്യം ചെയ്തതിന് മുസ്ലിം വിരുദ്ധമായിട്ടും മുസ്ലിങ്ങളെല്ലാം ഇങ്ങനെയാണെന്ന രീതിയിലുള്ള വാർത്ത കൊടുത്തതിന്റെ ഭാഗമായിട്ട് NBTSA 5000 രൂപയായിരുന്നു മുകേഷ് അംബാനിയുടെ ന്യൂസ് 18 എന്ന് പറയുന്ന ചാനലിൽ പിഴയിട്ടത്. 1,00,000 രൂപ ഫൈനാണ് ടൈംസ് നൗവിനും നവഭാരത് എന്ന് പറയുന്ന TV ചാനലിനും പിഴയിട്ടത്. എല്ലാ മീഡിയകളിലും മുസ്ലിം വിരുദ്ധത പടർന്നു. മുസ്ലിങ്ങളെല്ലാം ഇങ്ങനെയാണ് എന്ന വാർത്തകളൊക്കെ ഒളിപ്പിച്ച് കടത്താൻ തുടങ്ങി. എല്ലാ മുസ്ലിങ്ങളിലും ഒരു കൊലപാതകം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളായിരുന്നു പിന്നീട് ഇന്ത്യ മുഴുവൻ പരന്നത്. അത് പ്രചരിപ്പിക്കപ്പെട്ടു. കർണാടകയിലും ഇതേപോലെ സംഭവം ഉണ്ടായി. ഫയാസ് നേഹ എന്ന് പറയുന്ന, ഇവിടെയും പഴയ പോലെ തന്നെ മുസ്ലിം വെറുപ്പാണ് പരത്തപ്പെട്ടത്. അതിന്റെ എല്ലാം ഒരൊറ്റ ഉദ്ദേശം ഹിന്ദുക്കളില് ഭയം വളർത്തുക എന്നത് മാത്രമായിരുന്നു. ഹിന്ദുക്കൾ അപകടത്തിലാണ് എന്ന് വരുത്തുക. ഈ കേസുകളിലെ സത്യാവസ്ഥ എന്തെന്ന് നിങ്ങൾ അറിയുക തന്നെ വേണം. ഒന്ന് കേട്ടു നോക്കൂ. ശ്രദ്ധ കേസിന് ശേഷം ഇതേപോലെ അതേ സ്ഥലത്ത് വീണ്ടും കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അർജുൻ ദാസ് പൂനം കേസ് ആൻഡ് സാഹിൽ ഗലോട്ട് ആൻഡ് നിഖീത് യാദവ് കേസ്. ഞാൻ പറയുന്നത് ഇതെല്ലാം ചർച്ചയാവാതെ പോയി എന്നുള്ളതാണ്. അതേസമയം ശ്രദ്ധ അഫ്താബ് എന്ന് പറയുന്ന കേസ് മാത്രം ചർച്ചയാവാൻ കാരണം ഞാൻ പറഞ്ഞ അർജുൻ ദാസ് പൂനം കേസിലോ അല്ലെങ്കിൽ സാഹിൽ ഗലോട്ട് നിഖിയ യാദവ് കേസിലൊന്നും ഒരു ഹിന്ദു മുസ്ലിം സംഗതിയില്ല. അങ്ങനെ ഹിന്ദു മുസ്ലിം സംഗതിയില്ല. ഹിന്ദുക്കൾ തന്നെ ഹിന്ദുക്കളെ കൊന്നു. അതുകൊണ്ട് തന്നെ അതിനൊരു രസമില്ലാത്തതുകൊണ്ട് തന്നെ, അതിൽ വർഗീയത പടർത്താൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്തരം വാർത്തകളൊന്നും ആരും മറന്നില്ല എന്നുള്ളതാണ്. നോക്കൂ, ഇനി ഇത് നോക്കൂ. ബീഹാറില് വൈശാലി ജില്ലയില് കുമാർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ 17 വയസ്സായ സോനം പ്രവി എന്ന് പറയുന്ന ഒരു മുസ്ലിം പെൺകുട്ടിയെ അതിഭീകരമായിട്ട് കൊല ചെയ്യപ്പെട്ടു. പക്ഷേ അത് അന്നത്തെ ഗോദി മീഡിയ കണ്ടില്ല എന്നതാണ്. UP-യിൽ ഷാമിൽ ജില്ലയില് നൈമ അഖായിഷ എന്ന് പറയുന്ന പെൺകുട്ടി തന്റെ സുഹൃത്തിനോടൊപ്പം ഓടിപ്പോയി. പക്ഷേ പിന്നീട് എപ്പോഴും അവരുടെ പ്രണയത്തിനെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ ആ ചെങ്ങാതി ആ ഗൽനാസിനെ കത്തിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. വിപുൽ സിംഗ് എന്ന് പറയുന്ന വേറൊരു മനുഷ്യൻ തന്റെ ഒപ്പം താമസിച്ചിരുന്ന ഒരു മുസ്ലിം സ്ത്രീയെ പിന്നീട് കൊന്നുകളഞ്ഞ വാർത്ത കൂടി ഉണ്ടായിരുന്നു. 39 വയസ്സുള്ള പർവിൻ അരുൺ എന്ന് പറയുന്ന ഒരാള് 21 വയസ്സായ തന്റെ ഹെയർ ഹോസ്റ്റസ് ആയിട്ടുള്ള തന്റെ സുഹൃത്തിന്റെ, ഒരുപക്ഷെ അവർ തമ്മിൽ ബന്ധം വേർപ്പെട്ട ശേഷം ആ വീട്ടിൽ പോയിട്ട് ആ ഒരു എയർ ഹോസ്റ്റസിനെയും അവരുടെ അമ്മയെയും അനിയത്തിനെയും അനിയനടക്കം കൊന്നുകളഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത്തരം വാർത്തകളൊന്നും നമ്മൾ കണ്ടില്ല, നമ്മൾ കേട്ടില്ല എന്നുള്ള കാരണം അവിടെയെല്ലാം പ്രതികളായിട്ടുള്ളത് ഹിന്ദുക്കളായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയില് ഇപ്പോൾ അങ്ങനെ കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ 550 അല്ലെങ്കിൽ 600 മില്യണോ ഹിന്ദുക്കൾ ജീവിച്ചിരിക്കുന്നുണ്ട്. 44,50,000 കേസുകൾ നമ്മുടെ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ 28,522 കേസുകൾ മാത്രമാണ് പ്രതികളൊക്കെ പിടിച്ചിട്ടുള്ളത്. അതിൽ 8,125 ഫീമെയിൽ വിക്ടിംസുകളാണ്. ഇങ്ങനെയുള്ള കേസുകൾ പലതും ഒരുപക്ഷെ ആ കേസുകൾ മൊത്തം എടുത്തു കഴിഞ്ഞാൽ 10, 100, 200 ഒരു മുസ്ലിം പ്രതികളെ കിട്ടുകയും ബാക്കി മുഴുവൻ പക്ഷേ മറ്റു മതത്തിൽ നിന്നാവുകയും ചെയ്യും. പക്ഷേ അത്തരം ഭൂരിപക്ഷത്തെയൊന്നും നമ്മുടെ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നർത്ഥം. 2019 ഡിസംബറിൽ നമ്മുടെ ഫോർമൽ BJP MLA ആയിട്ടുള്ള കുൽദീപ് സിംഗ്, അദ്ദേഹത്തെ ഒരു വലിയ കേസ് ഉണ്ടായി. കിഡ്നാപ്പിംഗ്, പീഡനമൊക്കെ ആയിരുന്നു കേസ്. പക്ഷേ അദ്ദേഹത്തിന് ആ പീഡന കേസുകൾ എവിടെ എത്തിയില്ല. കാരണം അദ്ദേഹത്തിന് ആ പീഡന കേസിന് സാക്ഷികളായിട്ടുള്ള ആളുകൾ ആരും ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല. പിന്നീട് അദ്ദേഹത്തെ ഭീകരമായിട്ടുള്ള സപ്പോർട്ടിംഗ് ആണ് നമ്മൾ കണ്ടത്. നിങ്ങളെ ഫോണിലേക്ക് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ വന്നു ചേരുന്ന ഇത്തരം വാർത്തകളിൽ സത്യസന്ധത ഒട്ടും ഉണ്ടാവാൻ സാധ്യതയില്ല. അവർക്ക് നിങ്ങളിലെ ഭയം നിറയ്ക്കണമെന്ന് മാത്രമാണ് ആഗ്രഹം. എന്നിട്ട് മുസ്ലിങ്ങൾ എതിരാവുകയും അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മോദിക്ക് വോട്ട് ചെയ്യുകയും വേണം.
എന്തിനേറെ നമ്മുടെ പ്രധാനമന്ത്രി പോലും ഇത്തരത്തിലുള്ള ഒരു ഹേറ്റ് സ്പീച്ച് നടത്തി കഴിഞ്ഞു എന്നതാണ്. കോൺഗ്രസ് അധികാരത്തിലേറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദുക്കളുടെ താലിമാല പോകുമെന്നും ഹിന്ദുക്കൾ അവരുടെ സ്വത്തുക്കൾ ഏറ്റവും കൂടുതൽ കുട്ടികളും സമ്പത്തുമുള്ള ആളുകൾക്ക് നൽകേണ്ടി വരുമെന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി പ്രസംഗിച്ചത്. രാഹുൽ ഗാന്ധി അതേസമയം ഈ നാട്ടിലെ ജോലിയില്ലായ്മയെ കുറിച്ചും ഇവിടുത്തെ പുതിയ വികസനങ്ങളെ കുറിച്ചും മാത്രം സംസാരിക്കുമ്പോൾ തൊട്ടപ്പുറത്തെ വർഗീയത മാത്രം സംസാരിക്കുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. മുസ്ലിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉള്ളതെന്ന് പ്രധാനമന്ത്രി അടക്കം പറയുന്ന ഈ പ്രധാനമന്ത്രി 5 മക്കളിൽ ഒരാളാണ്. നമ്മുടെ UP ആദിത്യനാഥ് എന്ന് പറയുന്ന അദ്ദേഹം 6 മക്കളിൽ ഒരാളെന്ന് നമ്മൾ മറന്നു പോകരുത്. ഇവിടെ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? മുസ്ലിങ്ങൾക്ക് മാത്രമാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ എന്നുള്ള വാർത്ത വരുന്നത്. അങ്ങനെയല്ല, വിദ്യാഭ്യാസം കുറഞ്ഞിടത്ത് മുഴുവൻ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന അവസ്ഥ നമ്മൾ കാണാറുണ്ട്. നോക്കൂ, ആ പണ്ടത്തെ ശ്രദ്ധ കേസിൽ നോക്കൂ, റഷീദ് ഖാൻ എന്ന് പറയുന്ന പേരായിരുന്നു അന്ന് കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടേതായിട്ട് നമുക്ക് കിട്ടിയത്. പക്ഷെ പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിന് ശരിക്ക് പേര് വികാസ് കുമാർ എന്നുള്ളതായിരുന്നു. ഇങ്ങനെ ഒരു കോൺഗ്രസ് നേതാവിനെ കൂടി അടുത്ത് ഒരു വലിയ കേസിലിട്ടു. ഒരു കോൺഗ്രസ് നേതാവ് രാം നാമം ജപിക്കുന്നവരെല്ലാം ചെകുത്താന്മാരാണെന്ന് പറഞ്ഞു എന്നുള്ള രീതിയിലായിരുന്നു കേസ് ഒമ്പ്. അതിന് ശക്തമായ രീതിയിൽ ആ ഒരു മുസ്ലിം നേതാവിനെതിരെ, ആ ഒരു മുസ്ലിം നാമമുള്ള ആ ഒരു കോൺഗ്രസ് നേതാവിനെതിരെ ശക്തമായ രീതിയിലായിരുന്നു മീഡിയകൾ മുഴുവൻ പ്രചാരം നടന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഒരു ഗംഭീര കഥയായിരുന്നു. ആ കഥ നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കാൻ കഴിയും. तुम्हें तो सूरज निकलने से पहले जाना है संजीवनी बूटी लेकर, और ये जो सामने बैठा है जय श्री राम कह रहा है, मुनि नहीं, ये निश्चर घोरा, ये मुनि नहीं है, ये तो घोर राक्षस है। मैं आपसे बस इतनी बात कह के अब आपसे विदा लूंगा कि आज भी बहुत लोग जय श्री राम का नारा लगाते हैं, वो सब मुनि नहीं, वो निश्चर घोरा। എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇങ്ങനെ നിരന്തരം ഫേക്ക് ന്യൂസുകൾ മാത്രം പടച്ചു വിട്ടുകൊണ്ട് നിരന്തരം ഈ 4 ഡിപ്പാർട്ട്മെന്റുകളിൽ കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് വൈകുന്നേരം എത്തുന്ന മിക്ക വാർത്തകളിലും ഫേക്കുകളായിരിക്കും. ഇങ്ങനെ ഫേക്ക് വാർത്തകൾ മാത്രം നിങ്ങൾക്ക് തന്നുകൊണ്ട് ഒരു വിഭാഗം ജനത ഈ രാജ്യത്തിന് അപകടമാണെന്നുള്ള ചിന്താഗതി തന്നുകൊണ്ട് ആ ഒരു വിഭാഗം ജനത ഈ നാട്ടിലുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള തോന്നൽ തന്നുകൊണ്ട് മെല്ലെ മെല്ലെ നാടിനെ ഒരു വർഗീയ കലാപത്തിലേക്കും അല്ലെങ്കിൽ വർഗീയപരമായിട്ടുള്ള വലിയ വാർത്തകളിലേക്കും മെല്ലെ മെല്ലെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം വാർത്തകൾ മുഴുവൻ, ഇത്തരം മീഡിയ മുഴുവൻ, ഇതിനെ നമ്മൾ ശക്തമായി ആ ഒരു വാട്സപ്പ് യൂണിവേഴ്സിറ്റിയെ വിശ്വസിക്കാതെ, അത്തരം വാട്സപ്പ് യൂണിവേഴ്സിറ്റിക്ക് ഡിലീറ്റ് ചെയ്തുകൊണ്ട്, അത്തരം വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുന്നവരെ എങ്ങനെ നമ്മുടെ ഭൂമിയിൽ നിന്ന് അകറ്റി നിർത്താമെന്ന ചിന്താഗതി മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയായിരിക്കണം നമ്മൾ ഓരോ വോട്ടും ചെയ്യേണ്ടതെന്ന് നമ്മുടെ ധ്രുവരാട്ടി വീണ്ടും വീണ്ടും തുറന്നു പറയുന്നു. ബൈ.